സ്ക്രീന് കാണാനുണ്ട് എല്ലാവർക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. സ്ക്രീന് കാണാനുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യോ, സ്ക്രീന് കാണാനുണ്ടോ ഇല്ലയോ എന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളാണ്. ബാക്കി നോക്കാം. ഇതില് സ്റ്റാർട്ടിംഗ് ആണ്. 2N പറയുന്നത് എന്താണ്? ക്ഷമതയുള്ള അധികാരസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ലോകസഭയുടെ, ഒരു സംസ്ഥാന നിയമസഭയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ നിയമസഭ ഉള്ള ഇതിന്റെയൊക്കെ കാര്യത്തിൽ സ്പീക്കർ ആയിരിക്കും തലവൻ. രാജ്യസഭയുടെ ആണെങ്കിൽ ചെയർമാൻ എന്നാ നമ്മൾ പറയാം. അപ്പൊ നമുക്ക് എന്താ, വിവരം അറിയാനുള്ള അധികാരസ്ഥാനങ്ങളുടെ അതിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റ്, അതിനെക്കുറിച്ച് ക്ഷമതയുള്ള അധികാരസ്ഥാനം. വീണ്ടും കൃത്യമായിട്ട് നോക്കുക. ക്ഷമതയുള്ള അധികാരസ്ഥാനം എന്താണ്? ക്ഷമതയുള്ള അധികാരസ്ഥാനത്തെ കുറിച്ച് പറയുന്നതാണ് എന്ത്? 2E. ഇനി വിവരത്തെ കുറിച്ച് പറയുന്നതാണ് 2F. നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഇത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാത്തത്. ക്ഷമതയുള്ള അധികാരസ്ഥാനം 2E, വിവരം 2F. ഇനി വിവരാവകാശമാണെങ്കിൽ 2J. എല്ലാവർക്കും കേൾക്കാല്ലേ? പറയുന്നത് കേൾക്കല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് ക്ഷമതയുള്ള അധികാരസ്ഥാനം 2E, വിവരം 2F, വിവരാവകാശമാണെങ്കിൽ 2J. ഇനി ഒരു പൊതു അധികാരിയെ കുറിച്ച് പറയുന്നതാണ് 2H. രേഖയെ കുറിച്ച് പറയുന്നതാണ് 2I. ഓക്കെ. ഇനി മൂന്നാം കക്ഷി, വളരെ ഇമ്പോർട്ടന്റ്. മൂന്നാം കക്ഷിയെ കുറിച്ച് പറയുന്നതാണ് എന്ത്? 2N. ഓക്കെ. അപ്പൊ എന്താണ്? ക്ഷമതയുള്ള അധികാരസ്ഥാനം 2E, ക്ഷമതയുള്ള അധികാരസ്ഥാനം 2E, വിവരം 2F, വിവരാവകാശം 2J. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത്. ക്ഷമതയുള്ള അധികാരസ്ഥാനം 2E, വിവരം 2F, വിവരാവകാശം 2J, പൊതു അധികാരി 2H, രേഖ 2J. ഇനി സമുചിത സർക്കാർ. ഒരു പൊതു അധികാര സ്ഥാനത്തെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചിട്ടുള്ളതോ രൂപീകരിച്ചിട്ടുള്ളതോ ഉടമസ്ഥതയിലുള്ളതോ പ്രത്യക്ഷമോ പരോക്ഷമോ ആയുള്ള ഫണ്ടിനാൽ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിനാലോ കേന്ദ്രഭരണ പ്രദേശത്തിനാലോ ആണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിലാണെങ്കിൽ സംസ്ഥാന സർക്കാർ എന്നറിയപ്പെടുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ്, മൂന്നാം കക്ഷി വിവരം. മൂന്നാം കക്ഷിയെ കുറിച്ച് പറയുന്നതാണ് 2N. ഇത്രയും പഠിച്ച ആർട്ടിക്കിളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് 2N ആണ്. വിവരത്തിനായി അപേക്ഷ നൽകുന്ന ആൾ അല്ലാത്ത ഏതൊരാളും, അപേക്ഷ കൊടുക്കുന്ന ആളും അതിന് മറുപടി തരുന്ന ആളും അല്ലാതെ ഏതൊരാളും നമുക്ക് എന്ത് പറയാം? മൂന്നാം കക്ഷി. അതൊരു പൊതു അധികാര സ്ഥാപനവും ആവാം, ഒരു വ്യക്തിയാവാം, ഒരാളാവാം, അല്ലെങ്കിൽ ഒരു പൊതു അധികാര സ്ഥാനമാവാം. അതിന് നമ്മൾ മൂന്നാം കക്ഷി എന്ന് പറയാം. മൂന്നാം കക്ഷി വിവരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 2N ആണ്. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് 3. എന്താണ്? അപ്പൊ നമ്മൾ 2ന്റെ കുറച്ച് സബ് ക്ലോസുകൾ പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? 3. ആകെ ടോട്ടൽ എത്ര വകുപ്പാണുള്ളത് വിവരാവകാശത്തില്? 31 വകുപ്പ്. അതില് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഈ വിവരാവകാശം എന്നുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 3.
ഇനി പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റി പറയുന്ന വകുപ്പ് വകുപ്പ് 4. ഒന്നുമില്ല, രണ്ട് കാര്യങ്ങളാണ് വിവരാവകാശത്തിൽ വേണ്ടത്. വിവരം അറിയാനുള്ള അവകാശം, അത് നൽകാനുള്ള പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ എളുപ്പമായിട്ട് പഠിക്കാം. 3 എന്താണ്? പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഏതൊരു പൗരന്റെയും വിവരം അറിയാനുള്ള അവകാശം. ഈ അവകാശം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? പൊതു അധികാര സ്ഥാനത്തിന് എന്ത് വേണം? ഉത്തരവാദിത്തം ഉണ്ടാവും. ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നമുക്ക് വിവരത്തിനുള്ള മറുപടി ലഭിക്കുള്ളൂ. അപ്പൊ അവർക്ക് നൽകാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റി പറയുന്ന വകുപ്പാണ് വകുപ്പ് 4. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? എന്താണ് 2 മുതൽ 4 വരെ. 2E എന്താണ്? ക്ഷമതയുള്ള അധികാര സ്ഥാനം. 2F എന്താണ്? വിവരം. വിവരാവകാശമാണെങ്കിൽ 2J. പൊതു അധികാരിയാണെങ്കിൽ 2H. ഇനി രേഖയാണെങ്കിൽ 2I. എന്ന് നമ്മൾ പറഞ്ഞത് ക്ഷമതയുള്ള അധികാരസ്ഥാനമാണെങ്കിൽ 2E, വിവരമാണെങ്കിൽ 2F, വിവരാവകാശമാണെങ്കിൽ 2J, പൊതു അധികാരി 2H, രേഖ 2I. ഇനി മൂന്നാം കക്ഷിയാണെങ്കിൽ എന്താ? 2N. ഇനി വിവരം അറിയാനുള്ള അവകാശം വകുപ്പ് 3, പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തം വകുപ്പ് 4. ഓക്കെ, ഇനി എന്താ? പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ്. നോക്കാം. പൊതുസ്ഥാപനങ്ങൾ അതിന്റെ എല്ലാ രേഖകളും തരംതിരിച്ച് പൗരന്റെ വിവരാവകാശത്തെ എളുപ്പമാക്കുന്നതിന് വേണ്ടി പട്ടികയുണ്ടാക്കി സൂക്ഷിക്കുകയും യുക്തമായവ സൗകര്യങ്ങളുടെ ലഭ്യതയനുസരിച്ച് എത്രയും വേഗം കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ചെയ്യണം. നമ്മളിപ്പോ ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വിവരം എന്ത് ചെയ്യണം? ഒരു സോർട്ട് ചെയ്ത രീതിയിലായിരിക്കണം. നമ്മളിപ്പോ ഒരു ലൈബ്രറിയിൽ എന്താണ് ഇപ്പൊ കവിത, കഥ അങ്ങനെയൊക്കെയാണെങ്കിൽ കവിതയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ അത് കവിത എല്ലാം ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാൻ എളുപ്പമല്ലേ, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമല്ല. അതുപോലെ തന്നെ സോർട്ട് ചെയ്തിട്ടായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർവൽക്കരിക്കാൻ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കി മാറ്റണം. സ്ഥാപനത്തിന്റെ ചുമതലകൾ, ഉദ്യോഗസ്ഥരുടെ അധിക വിവരങ്ങൾ, നയകാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, ശമ്പള വിവരങ്ങൾ, ബജറ്റ് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വമേധയാ പ്രസിദ്ധീകരിക്കണം. പിന്നെ പൊതുജനത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നയകാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇനി ഒരു പൊതു അധികാരി പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന നയങ്ങൾ രൂപീകരിക്കുമ്പോഴും അല്ലെങ്കിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അതിന്റെ പ്രസക്തമായ വസ്തുതകൾ പ്രസിദ്ധീകരിക്കണം. വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല? നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. അതിന്റെ പ്രസക്തമായ വസ്തുതകൾ എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്തിരിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനുള്ള കാരണം അത് ബാധിക്കുന്ന ആളിനെ അറിയിക്കണം. സ്ഥാപനത്തിന്റെ എല്ലാ ഓഫീസുകളിലും പൊതു വിവരാധികാരികളെ നിയമിക്കണം. അവർ വിവരാർത്ഥിക്ക് ആവശ്യമായ സഹായവും നൽകണം. ഇത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ വരാം. അതുകൊണ്ട് മാത്രം ഇത് വായിക്കണം. പൊതു വിവരാധികാരികൾ ആവശ്യപ്പെട്ടാൽ ഏതൊരു ഉദ്യോഗസ്ഥനും സഹായം നൽകണം. ജസ്റ്റ് മനസ്സിലാക്കാം. പൊതു അധികാര സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പൊതു അധികാര സ്ഥാപനം സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങളാണ് വകുപ്പ് 4 ക്ലോസ് 1B. നമ്മൾ 4 എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിൽ 4 സബ് ക്ലോസ് 1B എന്താ പറയുന്നത്? ഒരു സർക്കാർ ഓഫീസറിന്റെ അവര് സ്വന്തം റിസ്കില് പ്രസിദ്ധപ്പെടുത്തണം. അവരുടെ സെൽഫായിട്ട് സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങൾ. 4 എന്താണ്? അവരുടെ ഉത്തരവാദിത്തം. 4 ക്ലോസ് 1B എന്താണ്? സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങൾ. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ, ഇമ്പോർട്ടന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനമാണ് വകുപ്പ് 5. നമ്മൾ ഇപ്പൊ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിവരത്തിനുള്ള മറുപടി ലഭിക്കില്ലേ? അപ്പൊ നമ്മൾ ആദ്യം സമീപിക്കുന്ന ഉദ്യോഗസ്ഥനാണ് എന്ത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അപ്പൊ നമ്മളിപ്പോ ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? മറുപടി നൽകണം. അത് ഓരോ ഓഫീസിലും വ്യത്യാസമുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിച്ചിരിക്കണം. 30. ഇനി അത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 അല്ല, 5 ദിവസം എക്സ്ട്രാ വരും. 35 ആണ്. അസിസ്റ്റന്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് കിട്ടില്ല. അപ്പൊ 5 ദിവസം എക്സ്ട്രാ വേണം. 35 ദിവസം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 ദിവസം. എന്താ പറയുന്നത്? വകുപ്പ് ചോദിക്കും, PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 5. ഇനി വിവരാവകാശം സമയബന്ധിതമാണ്.
പബ്ലിക് അതോറിറ്റിയിൽ നിന്ന് അപേക്ഷകന് വിവരങ്ങൾ നൽകാൻ നിയുക്തനായ ഉദ്യോഗസ്ഥൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. പബ്ലിക് അതോറിറ്റിയിൽ നിന്ന് അപേക്ഷകന് വിവരങ്ങൾ നൽകാൻ നിയുക്തനായ ഉദ്യോഗസ്ഥൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. കേന്ദ്ര തലത്തിൽ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എന്നറിയപ്പെടുന്നു. വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യൻ പൗരന് വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്, ഒന്നില്ലെങ്കിൽ PIO-ന്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് APIO, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്, അല്ലെങ്കിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഓരോ പൊതു അധികാര സ്ഥാപനവും ഈ ആക്ട് നിയമമാക്കി 100 ദിവസത്തിനകം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് വിവരം നൽകുന്നതിനായി അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ഭരണ വിഭാഗങ്ങളിലും ഓഫീസുകളിലും ആവശ്യമായ ഓഫീസർമാരെ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർമാരായി നിയമിക്കേണ്ടതാണ്. അപേക്ഷയോ അപ്പീലോ കേന്ദ്ര അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസർക്കോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഓഫീസർക്കോ ആണ് നൽകുന്നതെങ്കിൽ മറുപടി ലഭിക്കാൻ കാലാവധി 5 ദിവസം കൂട്ടേണ്ടതാണ്. അപ്പൊ അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 പക്ഷെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ആണെങ്കിൽ 5 ദിവസം എക്സ്ട്രാ കൊടുക്കണം എന്ന് പറയുന്ന വകുപ്പാണ് 5(2). 5 എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നു. 5(2) എന്താ പറയുന്നത്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 5 ദിവസം എക്സ്ട്രാ കൊടുക്കണം. ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതുമാണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പ്രധാന ചുമതലകളാണ്. അപേക്ഷകർ സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് ബന്ധപ്പെട്ട പബ്ലിക് അതോറിറ്റിയുടെ കൈവശമുള്ളതും അവർക്ക് നിയമാനുസൃതം പ്രാപിക്കുന്നതുമായ വിവരങ്ങൾ നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് അപേക്ഷകർക്ക് ലഭ്യമാക്കുക. ചെറിയ ഫീസ് ഉണ്ട്. ഫീസ് ഈടാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവർക്ക് മറുപടി കൃത്യമായി കൊടുക്കണം. വിവരം നൽകാൻ കഴിയാത്ത അപേക്ഷകളിൽ എടുക്കുന്ന തീരുമാനം കാര്യകാരണ സഹിതം രേഖാമൂലം അപേക്ഷയിൽ അറിയിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മളിപ്പോ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചിലത് നമുക്ക് എന്താ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ അത് നൽകാൻ പറ്റില്ല. അങ്ങനെ നൽകാൻ പറ്റാത്തതിന്റെ കാരണം ആരറിയിക്കണം? PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അപേക്ഷകനെ അറിയിക്കുന്നതിന്റെ കാരണം കൊണ്ടാണ് ഇതിന് മറുപടി ലഭിക്കാത്തത്. വിവരം തേടുന്ന അപേക്ഷകന് ആവശ്യമായ സഹായങ്ങൾ നൽകണം. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതലകൾ. പൗരർ സമർപ്പിക്കുന്ന അപേക്ഷകൾ സ്വീകരിച്ച് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൈമാറുന്നു കേട്ടോ. ഇൻഫർമേഷൻ ഓഫീസർമാരുടെയും അപ്പലേറ്റ് ഓഫീസർമാരുടെയും തീരുമാനങ്ങൾക്കെതിരെ സമർപ്പിക്കുന്ന അപ്പീൽ ഹർജികൾ യഥാക്രമം അപ്പലേറ്റ് ഓഫീസർമാർക്കും സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർമാർക്കും കൈമാറുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പ്രധാന ഡ്യൂട്ടി. ഇനി വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ സൂക്ഷിക്കുക. അപേക്ഷയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇല്ല. ആരൊക്കെ ഉള്ളൂ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മാത്രമേ ഉള്ളൂ. ഒരു ഓഫീസിൽ ഒരാളെ മാത്രമേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിക്കാൻ പറ്റുള്ളൂ. ഇനി വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്താണ്? അപേക്ഷയെ കുറിച്ച് പറയുന്നത് വകുപ്പ് 6 ഓക്കെ. എന്തായാലും വകുപ്പ് 3 നമ്മുടെ ഒരു ഇന്ത്യൻ പൗരന് വിവരം അറിയുന്നതിനുള്ള അവകാശമാണ് വകുപ്പ് 3. വകുപ്പ് 4 ഒരു അധികാര സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നതാണ് എന്ത്? വകുപ്പ് 5. 5(2) എന്താ പറയുന്നത്? ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണം. അദ്ദേഹത്തിന് എന്താ ഒരു 5 ദിവസം എക്സ്ട്രാ ഉണ്ട് വിവരത്തിനുള്ള മറുപടി കൊടുക്കാൻ. ഇനി വകുപ്പ് 6 എന്താണ്? വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്നാണ്. വിവരം ലഭിക്കുന്നതിന് അപേക്ഷയെ കുറിച്ച് പറയുന്നത് വകുപ്പ് 6. ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ലിഖിതമായോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ അപേക്ഷ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ അപേക്ഷിക്കാം. എന്താ പറയുക? സ്റ്റേറ്റ്മെന്റിൽ വരെ ഹിന്ദി ഇംഗ്ലീഷോ അതോ അല്ലെങ്കിൽ എന്താ അവരുടെ മദർ ടങ്ങിൽ എന്ത് ചെയ്യാം? അപേക്ഷ കൊടുക്കാം. ഓക്കെ.
നമ്മളിപ്പോ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യണം, ആ മലയാളത്തിൽ അല്ല അല്ല അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിൽ നമുക്ക് അപേക്ഷിക്കാം. തമിഴിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. എന്താ പറയുന്നത്, ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ലിഖിതമായോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമം മുഖേന അപേക്ഷ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിൽ നമുക്ക് എന്ത് കൊടുക്കാം, അപേക്ഷ കൊടുക്കാം ട്ടോ. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ. അപേക്ഷിച്ച ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ആ ലൊക്കേഷനിലെ ഉള്ള ഔദ്യോഗിക ഭാഷ, അതും അല്ലെങ്കിൽ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ഇനി അപേക്ഷ ഫീസ് എത്ര രൂപയാണ്? 10 രൂപ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന കോർട്ട് ഫീസ് സ്റ്റാമ്പ് എത്ര രൂപയാണ്? 10 രൂപ. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ 10 രൂപ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചലാനോ 10 രൂപ നേരിട്ടൊടുക്കിയതിന്റെ റെസീറ്റോ 10 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റോ എങ്ങനെയാണെങ്കിലും എന്താണ്, 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് ആയിരിക്കണം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്കേഴ്സ് ചെക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓർ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിൽ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് സർക്കാർ ഇതര സ്ഥാപനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും നേരിട്ട് പണമായോ DD ഓർ ബാങ്കേഴ്സ് ചെക്ക് എന്നിങ്ങനെയോ മാത്രമേ അപേക്ഷാ ഫീസ് സ്വീകരിക്കുകയുള്ളൂ. കോർട്ട് ഫീസ്, സ്റ്റാമ്പ്, ട്രഷറി എന്നിവ ഈ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല. ഇനി BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇല്ല. ഫീസ് അടച്ചില്ല എന്ന കാരണത്താൽ അപേക്ഷ നിരസിക്കാൻ കഴിയില്ല. ഫീസ് അടയ്ക്കാൻ അപേക്ഷകനെ രേഖാമൂലം അറിയിക്കണം. എന്താണ്, ഫീസ് അടച്ചില്ല എന്നുള്ള കാരണത്താൽ എന്തില്ല, അപേക്ഷ നിരസിക്കൊന്നുമില്ല. ഫീസ് അടയ്ക്കാൻ അപേക്ഷകന് രേഖാമൂലം അറിയിക്കണം. ഫീസ് അടയ്ക്കാൻ എന്ത് ചെയ്യണം, അവരെ അറിയിക്കണം അടയ്ക്കാൻ പറഞ്ഞിട്ട്. മറ്റേതെങ്കിലും നിയമപ്രകാരമോ സർക്കാർ വിജ്ഞാപനം അനുസരിച്ചോ ഏതെങ്കിലും വിവരം നൽകുന്നതിന് ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അപേക്ഷകൻ വഹിക്കേണ്ടതാണ്. ഓക്കെ, ഈ ഫീസ് ഈടാക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ ഒഴിവാക്കിയിട്ടില്ല. ഇനി മറ്റേതെങ്കിലും നിയമപ്രകാരമോ സർക്കാർ വിജ്ഞാപനം അനുസരിച്ചോ ഏതെങ്കിലും വിവരം നൽകുന്നതിനുള്ള ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അപേക്ഷകൻ വഹിക്കേണ്ടതാണ്. വിവരാവകാശ നിയമത്തിന്റെ കീഴിലുള്ള അപേക്ഷയ്ക്ക് എന്തില്ല, BPL വിഭാഗത്തിന് ഫീസൊന്നുമില്ല. ബന്ധപ്പെട്ട പൊതു അധികാര സ്ഥാനത്തിന് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അയാളോ അല്ലെങ്കിൽ അവരോ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നൽകേണ്ടതാണ്. എന്നാൽ അത്തരം അപേക്ഷ ലിഖിതമായി നൽകാൻ സാധിക്കാത്തിടത്ത് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതത് സംഗതി പോലെ വാക്കാൽ അപേക്ഷിക്കുന്ന ആളിനെ അത് ലിഖിതമാക്കുന്നതിന് വേണ്ട ന്യായമായ എല്ലാ സഹായവും നൽകേണ്ടതാണ്. അപേക്ഷ നൽകുമ്പോൾ എന്ത് വേണം, കൃത്യമായിട്ട് അപേക്ഷ കറക്റ്റ് ആയിരിക്കണം. അതിൽ എന്ത് ചെയ്യണം, കൃത്യമായി ന്യായമായ എല്ലാ സഹായവും നൽകണം. വിവരം ലഭിക്കുന്നതിന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അയാളെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായതൊഴികെ വ്യക്തിപരമായ മറ്റേതെങ്കിലും വിവരങ്ങൾ നൽകുന്നതിന് ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. ഇതിനെക്കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 6 ക്ലോസ് 2. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റൊന്നും ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. വിവരം ലഭിക്കുന്നതിന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അയാളെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായതൊഴികെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കണ്ടേ. സ്വാഭാവികമായിട്ടും അത് കൊടുക്കാനുള്ളതിന് ബന്ധപ്പെടാനുള്ള ആവശ്യം നമുക്കറിയണം. ബാക്കി കൂടുതൽ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. അത് വകുപ്പ് 6 ക്ലോസ് 2 പറയുന്നത്. എന്താണ് 6 എന്താ പറയുന്നത്, 6 വകുപ്പ് 6 അപേക്ഷ, വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ. ഓക്കെ, 6 ക്ലോസ് 2 കൂടുതൽ കാര്യങ്ങൾ അപേക്ഷകനോട് ചോദിക്കാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ജീവിതമായോ സ്വാതന്ത്ര്യമായോ ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത്തരം വിവരങ്ങൾ ഇനി പറയുന്നവയിൽ നൽകേണ്ടതുണ്ട്. എന്താണ്, അപേക്ഷിച്ചതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ. അപ്പൊ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, സ്വാതന്ത്ര്യത്തെ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ നൽകണം. ഇനി അപേക്ഷ തീർപ്പാക്കലാണ് വകുപ്പ് 7. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതത് കാര്യം പോലെ ഒരു അപേക്ഷ ലഭിക്കുന്നതിന്മേൽ കഴിയുന്നത്ര വേഗത്തിലും ഏത് സംഗതിയിലും അപേക്ഷ സ്വീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ നിർണയിക്കപ്പെടാവുന്ന ഫീസ് നൽകുമ്പോൾ വിവരം നൽകേണ്ടതും അല്ലെങ്കിൽ 8ഉം 9ഉം വകുപ്പുകൾ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും കാരണങ്ങളാൽ അപേക്ഷ നിരസിക്കേണ്ടതുമാണ്.
കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ വിവരത്തിനായുള്ള അപേക്ഷയിന്മേൽ തീരുമാനം നൽകുന്നതിൽ പരാജയപ്പെടുന്നുവെങ്കിൽ ആ അപേക്ഷ നിരസിച്ചതായി കരുതപ്പെടേണ്ടതാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് അപേക്ഷ സ്വീകരിച്ച് 48 മണിക്കൂറിനകം നൽകേണ്ടതാണ്. ഇനി വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്? വകുപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ, അതേക്കുറിച്ച് പറയുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് വകുപ്പ് 8 പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പാർലമെന്റിന്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല. വിവരം ലഭ്യമാക്കുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട്. നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം എന്നുള്ളതാണ് ഉത്തരം ട്ടോ. എന്താണ്? വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പാർലമെന്റിന്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതില്ല. ശരിയല്ലേ? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല. വിവരം ലഭ്യമാക്കുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവരും നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം എന്നുള്ളതാണ് ഇതിൽ ആൻസർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉള്ളതാണെന്ന്. അപ്പൊ നോക്കണ്ട കേട്ടോ അത്. അപ്പൊ എന്താണ് 8 എന്താ പറയുന്നത്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി വിവരം നിരസിക്കാനുള്ള മറ്റു സാഹചര്യങ്ങളാണ് വകുപ്പ് 9. അന്ന് വകുപ്പ് 8 പറയാത്ത കാര്യങ്ങൾ. വകുപ്പ് 8 വ്യവസ്ഥകൾ തടസ്സം വരാതെ ഒരു കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ള അപേക്ഷയിൽ പ്രതിപാദിക്കുന്ന വിവരങ്ങൾ രാഷ്ട്രത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനമാണെങ്കിൽ ആ വിവരങ്ങൾ എന്ത് ചെയ്യാം? നിരസിക്കാവുന്നതാണ്. ഇപ്പം വകുപ്പ് 8 പറയുന്ന വ്യവസ്ഥകൾക്ക് തടസ്സം വരാതെ ഒരു കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ള അപേക്ഷയിൽ പ്രതിപാദിക്കുന്ന വിവരങ്ങൾ രാഷ്ട്രത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനമാണെങ്കിൽ ആ വിവരങ്ങൾ നിരസിക്കാവുന്നതാണ്. ഈ മൂന്നാം കക്ഷി വിവരത്തെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 11. വകുപ്പ് 8 എന്താണ്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയും. വിവരം നിരസിക്കാനുള്ള മറ്റു സാഹചര്യങ്ങൾ വകുപ്പ് 9. മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരങ്ങളാണ് വകുപ്പ് 11. മൂന്നാം കക്ഷി വിവരം വകുപ്പ് 11. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സമർപ്പിക്കുന്ന ഒരു മിനിറ്റ്, ക്ലിയർ ആണോ? ഒന്ന് കമന്റിൽ പറയോ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അപേക്ഷയിൽ മൂന്നാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളും രേഖകളും അല്ലെങ്കിൽ അയാളിൽ നിന്ന് സ്വീകരിച്ചതും അയാൾ രഹസ്യമായി കണക്കാക്കുന്നതുമായ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അപേക്ഷ കിട്ടി 5 ദിവസത്തിനുള്ളിൽ ആ ഉദ്യോഗസ്ഥൻ അപേക്ഷയെ കുറിച്ചുള്ളതും വെളിപ്പെടുത്തുന്നതുമായ ഭാഗമായ രേഖയോ വ്യക്തമാക്കിയുള്ള നോട്ടീസ് മൂന്നാം കക്ഷിക്ക് നൽകേണ്ടതാണ്. പ്രസ്തുത നോട്ടീസിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ വാക്കാലോ രേഖാമൂലമോ മൂന്നാം കക്ഷി ആക്ഷേപം സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും രഹസ്യ വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഒഴികെ ബാക്കിയുള്ള വിവരങ്ങൾ പൊതുജന താല്പര്യാർത്ഥം പൊതുജന താല്പര്യത്തിന് നൽകി വിവരം വെളിപ്പെടുത്തേണ്ടതാണ്. നൽകിയ നോട്ടീസിന്മേൽ മൂന്നാം കക്ഷിക്ക് പരാതിയുണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച്
10 ദിവസത്തിനുള്ളിൽ വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം മൂന്നാം കക്ഷിക്ക് നൽകേണ്ടതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ സ്വീകരിച്ച് 40 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം നൽകിയ ശേഷം വിവരങ്ങളും രേഖകളും വെളിപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുകയും മൂന്നാം കക്ഷിക്ക് അത് സംബന്ധിച്ച് ഒരു നോട്ടീസ് അയക്കുകയും വേണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ സ്വീകരിച്ച് 40 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം നൽകിയ ശേഷം വിവരങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാല് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് 30 ദിവസം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ എത്ര ദിവസം? 35 ദിവസം. മൂന്നാം കക്ഷി നിരസിക്കാനുള്ള സമയം 5 ദിവസത്തിനുള്ളില്. മൂന്നാം കക്ഷിയാണെങ്കിൽ എന്താണ്? 40 ദിവസമാണ്. ഇത് കൈമാറാൻ വേണ്ടിയിട്ടുള്ള ടൈം. അതൊരു 5 ദിവസം കൂടി കൊടുക്കും. ഡിപ്പാർട്ട്മെന്റ് വൈസ് കൈമാറാനാണെങ്കിൽ എന്താണ് 5 ദിവസം. മൂന്നാം കക്ഷി വിവരങ്ങളാണെങ്കിൽ എത്ര ദിവസം? 40 ദിവസം. ഇത് ആലോചിക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസം, മൂന്നാം കക്ഷിയാണെങ്കിൽ 40 ദിവസം, നിരസിക്കാനുള്ള സമയം 5 ദിവസം, ഡിപ്പാർട്ട്മെന്റ് വൈസ് കൈമാറാനാണെങ്കിൽ 5 ദിവസം. ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമപ്രകാരം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ ശരിയാണ്. ഇനി അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് അങ്ങനെ വരികയാണെങ്കിൽ 30 ദിവസം എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് വിവരങ്ങൾ നൽകണം. 45 ദിവസമല്ല, 30 ദിവസമാണ്. ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷിക്കണം. തെറ്റായ വിവരങ്ങൾ എന്നുള്ളത് ഫ്രീ ആക്കുന്നില്ല. എന്താണ് ഫ്രീ ആവുക എപ്പോഴാണ്? ഒന്നല്ലെങ്കിൽ BPL ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ വിവരം നൽകാത്തപ്പോ. ഒന്ന് രണ്ടുമാണ് ശരി. ഇനി വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആ വ്യക്തി രഹസ്യമായി നൽകുന്നതുമാണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികളാണ് വകുപ്പ് 11. വകുപ്പ് 11 പറയുന്നത് വിവരാവകാശ നിയമത്തിൽ എന്താണ്? വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാം കക്ഷി വിവരം വേണം, 5 ദിവസം എക്സ്ട്രാ വേണം. മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതാണെങ്കിൽ ആ വ്യക്തി രഹസ്യമായി കരുതുന്നതും ആണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ വകുപ്പ് 11 ഇനി വിവരം നൽകുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ വകുപ്പ് 19 പ്രകാരം മൂന്നാം കക്ഷിക്ക് അപ്പീൽ നൽകാം. എന്താണ്? മൂന്നാം കക്ഷിയോട് നമ്മൾ വിവരം ചോദിച്ചു കഴിഞ്ഞാൽ തരാതിരിക്കാം. അപ്പൊ അതിനു വേണ്ടി അപ്പീൽ നൽകാവുന്നതാണ്. നമ്മൾ പറഞ്ഞത് വകുപ്പ് എന്താണ്? വകുപ്പ് 11 മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരം. മൂന്നാമതൊരു കക്ഷിയിൽ നിന്നുള്ള വ്യക്തി രഹസ്യമായി കരുതുന്നതും ആണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികളാണ് വകുപ്പ് 11. വകുപ്പ് 19 എന്താണ്? വിവരങ്ങൾ നൽകുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ വകുപ്പ് 19 പ്രകാരം മൂന്നാം കക്ഷിക്ക് അപ്പീൽ നൽകാവുന്നതാണ്. ഇനി വിവിധ ഫീസുകൾ. A4 A3 പേജിൽ വിവരം ലഭിക്കാൻ പേജ് 1-ന് 2 രൂപ ആയിരുന്നു. നിലവിലുള്ളത് പഠിച്ചാൽ മതി. പുതുക്കിയത് എത്ര രൂപയാണ്? 3 രൂപ. ഇത് പഠിക്കുക. മുൻപ് 2 രൂപ എന്ന് മാത്രം മനസ്സിലാക്കുക. വിവരം ലഭിക്കാൻ A4 പേജ് 1-ന് 3 രൂപ. CD, ഫ്ലോപ്പി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ വഴി വിവരമാണെങ്കിൽ 75 രൂപ. മുന്നേ 50 രൂപയായിരുന്നു. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യം 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ. 1 മണിക്കൂറിന് 20 രൂപ എന്നുള്ളത് ആലോചിക്കരുത്. ഫസ്റ്റ് 1 അവർ ഫ്രീ, പിന്നെ ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതം നൽകണം. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയുത്തരം ഏതാണ്? വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളിലെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാണ്. സമയപരിധി. ഒന്നാം അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. ഒന്നാം അപ്പീൽ എപ്പോഴാണ് നൽകേണ്ടത്? അപേക്ഷ കിട്ടിയിട്ട് 30 ദിവസത്തിനുള്ളിൽ.
രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടതോ 90 ദിവസത്തിൽ. ഒന്നാം അപ്പീൽ 30 ദിവസം. അപേക്ഷ ലഭിച്ചു നമുക്കതിൽ എന്തില്ല, തൃപ്തി ഇല്ല. അപ്പൊ അപ്പീൽ കൊടുക്കാനുള്ള ഡേയ്സ് 30. ഇനി അതിലും തൃപ്തി ഇല്ലെങ്കിൽ രണ്ടാം അപ്പീൽ കൊടുക്കാൻ 90 ദിവസത്തിനുള്ളിൽ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. എന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് 12 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ന്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കുന്നതാണ്. അംഗങ്ങളെ കുറിച്ച് പറയുന്നത് 12 ക്ലോസ് 2-ലാണ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. ഇതിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 12. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാ? വന്നത് നിയമം 2005 അല്ലേ? കമ്മീഷൻ 2005 ഒക്ടോബർ 12-ന്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കുന്നതാണ്. അതാണ് വകുപ്പ് 12 ക്ലോസ് 2-ൽ പറയുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്ന രാഷ്ട്രപതി. നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. ഇപ്പൊ നിലവിൽ എത്ര അംഗങ്ങളാണുള്ളത്? 3. ബാക്കിയുള്ളതൊക്കെ വേക്കന്റ് ആണ്. അപ്പൊ ഒരു ചീഫും ബാക്കി 2 കമ്മീഷണർമാരും അടക്കം നിലവിൽ 3 അംഗങ്ങളെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലുള്ളൂ. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങൾ: 1 പ്രധാനമന്ത്രി, 2 ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇത് നേരെ സംസ്ഥാനമാണെങ്കിൽ എന്താ? മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി. അത് തന്നെയാണ് ഇപ്പൊ ഏകദേശം എന്താ, കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായും മറ്റു അംഗങ്ങൾ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ലോക്സഭ സ്പീക്കറാണ്. പ്രധാനമന്ത്രി ഉണ്ട്, പ്രധാനമന്ത്രിയാണല്ലോ അധ്യക്ഷൻ. പിന്നെ ആരൊക്കെയുള്ളത്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഉണ്ട്. പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. ഇല്ലാത്തത് ആരാ? ലോക്സഭ സ്പീക്കറാണ്. ഇനി കാലാവധി. മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ. സംസ്ഥാന മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോ ഇത് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും കാലാവധി തീരുമാനിക്കുന്നത് ആരാ? കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാരല്ല. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരല്ല. ആരെന്നെയാണ്? കേന്ദ്ര സർക്കാരാണ്. നോട്ട് ചെയ്യേണ്ട ഭാഗം: മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി ഓരോ സംസ്ഥാനത്തും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇല്ലേ? അപ്പൊ അതും തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 65 വയസ്സ് പൂർത്തിയാക്കുന്നതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. 2019 ഭേദഗതി പ്രകാരമാണ് ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 5-ൽ നിന്നും 3 ആക്കിയത്. ഇപ്പൊ എത്രയും 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സോ. വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റു വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധിയെ കുറിച്ച് പറയുന്നതാണെന്ത്? വകുപ്പ് 13. 12 എന്താ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. 12 ക്ലോസ് 2 എന്താ? അംഗങ്ങള്. ഇനി 13 വന്നിട്ട് എന്താ? അവരുടെ കാലാവധി. 13 ക്ലോസ് 3 എന്താ? അവരുടെ സത്യപ്രതിജ്ഞ ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിൽ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല. എന്നാൽ മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാര് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുന്നതിന് അർഹനായിരിക്കും. എന്ന് വെച്ചാൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിന്നെ ഒരു പുനർനിയമനം ഇല്ല. പക്ഷെ ബാക്കി 2 അംഗങ്ങൾ ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ 3 ഉള്ളൂ, എന്നാലും ബാക്കി 3 കമ്മീഷണർമാരുണ്ട്. അവർക്ക് എന്തുണ്ട്? വീണ്ടും പുനർനിയമനത്തിന് അർഹതയുണ്ട്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശം വജാഹത്ത് ഹബീബുള്ള. നിലവിൽ ആരാണ്? ഹീരാലാൽ സമാരിയ. സംസ്ഥാനത്താണെങ്കിൽ എന്താ? ഹരി വി നായരാണ്. നിലവിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറാണ് ഹീരാലാൽ സമാരിയ. സംസ്ഥാനത്തേക്ക് ആകുമ്പോൾ ഹരി വി നായരാണ്.
2005 വിവരാവകാശ നിയമപ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ശമ്പളങ്ങളും മറ്റു സേവന വ്യവസ്ഥകളും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരിക്കും. എന്നാൽ 2019 വിവരാവകാശ നിയമം ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളത്തിന് മറ്റു വ്യവസ്ഥകളും തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരായിട്ട് മാറിയിട്ടുണ്ട്. മുന്നേ ആരായിരുന്നു? ചീഫ് ഇലക്ഷൻ കമ്മീഷനായിരുന്നു, തുല്യമായിരുന്നു. ഇപ്പൊ തീരുമാനിക്കുന്ന ആരാ? കേന്ദ്ര സർക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി തീരുമാനിക്കുന്നത്, ശമ്പളം, സേവന വ്യവസ്ഥയൊക്കെ തീരുമാനിക്കുന്ന അധികാരം ആർക്ക് മാറി? കേന്ദ്ര സർക്കാരിന്റെ കൺട്രോളിലായി. CIC ശമ്പളം എത്രയാ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ 2,50,000. മറ്റ് കമ്മീഷണർമാരുടെ ആണെങ്കിൽ 2,25,000. ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 14. ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 14 ക്ലോസ് 1. ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ വകുപ്പ് 14. ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത് 14 ക്ലോസ് 1. ഓക്കെ, ഒന്നുകൂടി പറയാം. വിവരാവകാശ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്. വകുപ്പ് എന്താ? 12. എന്ന് രൂപീകരിച്ചത് 2005 ഒക്ടോബർ 12. ആസ്ഥാനോ? CIC ഭവൻ, ന്യൂഡൽഹിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ എന്താണ് വ്യവസ്ഥ എന്താ? 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും വേണമെന്നാ. ഇപ്പൊ എത്ര ആളേ ഉള്ളൂ? ഇപ്പൊ 3 ആള്. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും 2 കമ്മീഷണർമാരടക്കം 3 അംഗങ്ങളെ ഇപ്പോഴും, ബാക്കിയൊന്നും ഇല്ല, വേക്കന്റ് ആണ്. നിയമിക്കുന്നത്, സത്യപ്രതിജ്ഞ, അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? രാഷ്ട്രപതിയുടെ. ഇനി ഇതിലുള്ള അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതി ഉണ്ടല്ലോ, അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി, മറ്റംഗങ്ങൾ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ലോക്സഭാ സ്പീക്കർ. മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ. സംസ്ഥാന മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്ന ആരെന്നെയാ? കേന്ദ്ര സർക്കാർ. നമ്മൾ പറഞ്ഞു, അതുപോലെ ശമ്പളം ആരെന്നെയാണ്? കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക. ഒരു 2019 ഭേദഗതി വരുന്നതിന് മുന്നേ എന്തായിരുന്നു? ഇൻഫർമേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളുടെ ശമ്പളത്തിന് ഈക്വൽ ആയിരുന്നു ഇൻഫർമേഷൻ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളം. പിന്നീട് 2019 ഭേദഗതി പ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയൊക്കെ ശമ്പളം തീരുമാനിക്കുന്നത് ആരായിട്ട് മാറി? കേന്ദ്ര സർക്കാരായിട്ട് മാറി. ഇനി ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയെ കുറിച്ച് പറയുന്നതാണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 65 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? തുടരാൻ പാടില്ല. ഇനി ഇവരുടെ കാലാവധിയെ കുറിച്ച് പറയുന്നത് 13. അതുപോലെ 13 ക്ലോസ് 3 ആണെങ്കിൽ അവരുടെ സത്യപ്രതിജ്ഞ. 12 കമ്മീഷൻ രൂപീകരണം. 13 എന്താണ്? അവരുടെ കാലാവധി. 13 ക്ലോസ് 3 എന്താണ്? അവരുടെ സത്യപ്രതിജ്ഞ. ഓക്കെ, ഈ പുനർനിയമനത്തിന് യോഗ്യരല്ല. കമ്മീഷണർമാരാണെങ്കിൽ യോഗ്യരാണ്. ഒന്നാമത്താണ് വജാഹത്ത് ഹബീബുള്ള, നിലവിൽ ഹീരാലാൽ സമാരിയ 12ാമത് വ്യക്തി. എളുപ്പമാണ്. 12 വകുപ്പ് കേന്ദ്ര വിവരാവകാശം. ഇപ്പോൾ നമ്മൾ എക്സാം കഴിയുന്ന ഒരാൾ മാറിയിട്ടില്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാം. 12ാമത്തെ വ്യക്തിയാണ് ഹീരാലാൽ സമാരിയ. ശമ്പളം പറഞ്ഞു 2,50,000. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇൻഫർമേഷൻ കമ്മീഷണർ ആണെങ്കിൽ 2,50,000. ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 14. എന്നിവ നീക്കം ചെയ്യുന്ന പ്രക്രിയ 14 ക്ലോസ് 1 പറയുന്നത്. ഇനി ഇത് നോക്കാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാര്. ഒന്നാമത്തെ ആളാണ് വജാഹത്ത് ഹബീബുള്ള. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. ഏറ്റവും കുറച്ചു കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തി AN തിവാരി. അതാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തി. രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ AN തിവാരി. ഏറ്റവും കുറച്ചു കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തി.
ഇനി വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. നിലവിൽ ആരാണ്? ഹീരാലാൽ സമാരിയ. ഇതാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വ്യക്തി വജാഹത്ത് ഹബീബുള്ള ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വ്യക്തിയാണ്. ശേഷം കുറച്ചു കാലം AN തിവാരി, രണ്ടാമത്തെ വ്യക്തി. രണ്ട് രീതിയിലെ ക്വസ്റ്റ്യൻ വരും. ഇനി ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ദീപക് സന്ധു. രണ്ടാമത്തെ ആണെങ്കിലോ സുഷമ സിംഗ്. നിലവിൽ ഹീരാലാൽ സമാരിയ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 15. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇത്രേ പറയുന്നുള്ളൂ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരണം വകുപ്പ് 15. ഓക്കെ. കേന്ദ്രമാണെങ്കിൽ വകുപ്പ് 12 ആയിരുന്നു, സംസ്ഥാനമാണെങ്കിൽ 15. വിവരാവകാശ നിയമം നമ്മളിപ്പോ ഇത്ര എന്ന് നോക്കുന്നുള്ളൂ. നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് നോക്കിയത് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. മനുഷ്യാവകാശ നിയമം കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ക്ലിയർ അല്ല എല്ലാവർക്കും? വകുപ്പ് 12 2005 ഒക്ടോബർ 12 വന്നു. അവരുടെ കാലാവധി തീരുമാനിക്കുന്നത്, അതുപോലെ നിയമിക്കുന്നതൊക്കെ, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ രാഷ്ട്രപതിയാണ്. പിന്നെ കാലാവധി തീരുമാനിക്കുന്നതും അതുപോലെ ശമ്പളം കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? കമന്റിൽ പറയാം. ക്ലിയർ ആണോ എന്ന് കമന്റിൽ പറയാം. മനുഷ്യാവകാശ നിയമം ഒന്ന് റിവൈസ് ചെയ്യണം. ടൈം ഒരു 15 മിനിറ്റ് കേട്ടോ. മനുഷ്യാവകാശങ്ങൾ. പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കാനും വ്യക്തികൾക്ക് സമൂഹത്തിൽ മാന്യമായ നിയമമാണ് മനുഷ്യാവകാശം. ഓക്കെ, നോക്കാം. ആധുനിക മനുഷ്യാവകാശത്തിന് തുടക്കം എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ട 1215. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ട 1215. എന്താണ് ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത്? മാഗ്ന കാർട്ട 1215. അവകാശ സംരക്ഷണത്തിന്, ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. 1688. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ട 1215. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ട 1215. അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. 1688. അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. 1688. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. UN രൂപീകരണ വേളയിൽ തന്നെ സമാധാനം, പൂർണ്ണമായ മനുഷ്യജീവിത സാഹചര്യം ഒരു പ്രധാന വിഷയമായിരുന്നു. ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 48 ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത രേഖ എന്ന റെക്കോർഡ് ഏതിന് തന്നെയാണ്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനാണ്. ഓക്കെ, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെയാണ് കമ്മീഷനായാലും കോടതികളൊക്കെ എന്തായാലും വന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് വർഷം? 48 ആലോചിക്കുക. ഡിസംബർ 10. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? 30. വിവരാവകാശം ആണെങ്കിൽ എത്രയാണ്? 31 അല്ല, ഇത് 30 ആണ്.
ഇനി ഇന്ത്യയുടെ അവകാശ പത്രികയാണ് മൗലിക അവകാശങ്ങൾ ഭാഗം 3. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന അവരുടെ മനുഷ്യത്വത്തെ വെല്ലുവിളിക്കലാണ്. ആരാ പറഞ്ഞ? നെൽസൺ മണ്ടേല. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഓക്കെ, വർഷം നോക്കാം. 1993. 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തത് 2006 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93 ഭേദഗതി ചെയ്ത് 2006 2019. മനുഷ്യാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ 8, വകുപ്പ് 43. ഇതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93 ഭേദഗതി ചെയ്തത് 2006 2019. ഇതിലെ അധ്യായങ്ങൾ എത്രയാണ്? 8 വകുപ്പ് 43, 40A, B എന്നിവ ഉൾപ്പെടെയാണ് 45 ഉണ്ട്. 40Aയും Bയും വരുവാണെങ്കിൽ 45 ഉണ്ട്. അല്ലെങ്കിൽ വകുപ്പ് എത്ര എണ്ണമാണ്? നമ്പർ വൈസ് നോക്കുകയാണെങ്കിൽ 43 ഉള്ളൂ. അധ്യായങ്ങൾ 8 എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. അതിനെക്കുറിച്ച് നിയമമാണ് 93 ഭേദഗതി 2006 2019. അധ്യായങ്ങൾ 8 വകുപ്പ് 43. മനുഷ്യാവകാശ സംരക്ഷണം ഓർഡിനൻസ് നിലവിൽ വന്നത് 93 സെപ്റ്റംബർ 28. സാർവദേശീയ മനുഷ്യാവകാശ ഒരു പ്രഖ്യാപനം മാത്രമാണ്. അതിലും അനുച്ഛേദങ്ങൾ 30 ഉള്ളൂ. ഇതാണ് നിയമം. നിയമത്തിൽ എത്ര ഉണ്ട്? 43 വകുപ്പുണ്ട്, 8 അധ്യായമുണ്ട്. ഓർഡിനൻസ് നിലവിൽ വന്നത് 93 സെപ്റ്റംബർ 28. 93 മനുഷ്യാവകാശ നിയമപ്രകാരം ഈ ദിവസം തന്നെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് വായിച്ചു. 93 സെപ്റ്റംബർ 28 ഓർഡിനൻസ് നിലവിൽ വന്നു. ഈ ലോകസഭ പാസാക്കിയതോ ഡിസംബർ 18, രാജ്യസഭ ഡിസംബർ 22, പ്രസിഡന്റ് ഒപ്പുവെച്ച് ജനുവരി 8. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം ഓർഡിനൻസ് 93 സെപ്റ്റംബർ 28, ലോകസഭയാണെങ്കിൽ 93 ഡിസംബർ 18, രാജ്യസഭ ഡിസംബർ 22, പ്രസിഡന്റ് ജനുവരി 8. ഓർഡിനൻസ് ആണെങ്കിൽ 93 സെപ്റ്റംബർ 28, ലോകസഭ ഡിസംബർ 18, രാജ്യസഭ ഡിസംബർ 22, ജനുവരി 8 പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 94 ജനുവരി 10. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 94 ജനുവരി 10. ഓക്കെ, ഒന്നുകൂടി പറയാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓർഡിനൻസ് നിലവിൽ വന്നത് 93 സെപ്റ്റംബർ 28. ഇനി 93 മനുഷ്യാവകാശ നിയമപ്രകാരം ഈ ദിവസം തന്നെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ലോകസഭയിൽ പാസാക്കിയത് 93 ഡിസംബർ 18, രാജ്യസഭയിലാണെങ്കിൽ ഡിസംബർ 22, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 94 ജനുവരി 8. ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 94 ജനുവരി 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ. 93 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണം ഓർഡിനൻസ് പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 93 ഒക്ടോബർ 12. അതിനൊരു പ്രധാന അധ്യായങ്ങൾ: അധ്യായം 1 പ്രാരംഭികം, അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും വകുപ്പ് അധ്യായം 3, അധ്യായം 4 നടപടിക്രമം, അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അധ്യായം 6 മനുഷ്യാവകാശ കോടതികൾ, അധ്യായം 7 ഫിനാൻസ് അക്കൗണ്ട് ഓഡിറ്റ് വകുപ്പ്, അധ്യായം 8 പലവക. 8 അധ്യായം 43 സെഷന്. അതില് അധ്യായം 1 പ്രാരംഭികം, അധ്യായം 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും, അധ്യായം 4 നടപടിക്രമം. അപ്പൊ 3, 2, 5 ആലോചിക്കുക. അധ്യായം 1 പ്രാരംഭികം, അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആ കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും തൊട്ടടുത്ത സെക്ഷൻ നടപടിക്രമങ്ങൾ. മനുഷ്യാവകാശ ലംഘനം നടത്തി അതിനെതിരെ നടപടി എടുക്കുന്നതാണല്ലോ നടപടിക്രമമാണ് അധ്യായം 4. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പിന്നെന്താ അധ്യായം 6 മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 7 ഫിനാൻസ് അക്കൗണ്ട് ഓഡിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. 8 പലവക. 1ഉം 8ഉം അത്ര ഇമ്പോർട്ടന്റ് അല്ല. 2 ഇമ്പോർട്ടന്റ് ആണ്, 3 ഇടയിലുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 2 എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 3 അവരുടെ അധികാരങ്ങളും ചുമതലയും. 4 നടപടിക്രമം. 3 സംസ്ഥാനം. 5 മനുഷ്യാവകാശ കോടതികൾ. 7 ഫിനാൻസ് അക്കൗണ്ടുകൾ ഓഡിറ്റ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ 8 അധ്യായം ഉണ്ട്. 43
വകുപ്പുകളുണ്ട്. 40 എയും ബിയും ഉണ്ടെങ്കിൽ അത് 45ആണ്. 43 പഠിക്കുക. 1 എന്താ പ്രാരംഭികം, 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും, 4 നടപടിക്രമം, 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, 6 മനുഷ്യാവകാശ കോടതികൾ, 7 പബ്ലിക് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുക, ഫിനാൻസ് കാര്യങ്ങൾ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത് പഠിക്കുക ഫരീദ് കോർട്ട്. അത്ര പഠിച്ചാൽ മതി, വേറെ പഠിക്കണ്ട. ഫരീദ് കോർട്ട് ഹൗസ് ന്യൂഡൽഹി എന്ന് പഠിക്കുക. മാനവാധികാർ ഭവൻ, സർദാർ പട്ടേൽ ഭവൻ എന്നൊക്കെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മുന്നത്തെ പേരുകളാണ്. ഇപ്പൊ എന്താണ് ഫരീദ് കോർട്ട് ഹൗസ് ന്യൂഡൽഹി എന്ന് പഠിക്കുക. ന്യൂഡൽഹി എന്ന് പഠിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന. എന്താ അർത്ഥം? എല്ലാവരും സന്തോഷത്തിലായിരിക്കട്ടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം നമ്മൾ പറഞ്ഞു. അധ്യായം ഏതാണ്? 2ലാണ്. വകുപ്പ് 3 ഏതാ കാണാല്ലേ? വകുപ്പ് 3 കേട്ടോ. അധ്യായം ചോദിച്ചാൽ 2ആണ്. ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത്. വകുപ്പ് 3+1 അംഗങ്ങൾ. കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 3+2. ഇനി ഇതിലെ അംഗങ്ങളെ കുറിച്ച് പറയുന്നത് 1 ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. അംഗങ്ങളെ കുറിച്ച് പറയുന്നതാണ് 3+2. 3 രൂപീകരണം. ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന സമിതി രൂപീകരിച്ചത്. വകുപ്പ് 3+1 അംഗങ്ങൾ. വകുപ്പ് 2 അംഗങ്ങൾ 1 ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. ഇനി ആരൊക്കെയാണ് ഇതിലെ അംഗങ്ങള്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ അംഗങ്ങളായിട്ട് വരേണ്ടത്. സ്ക്രീൻ കാണുന്നില്ലേ? മീൻസ് ഇവിടെ സൂം ചെയ്യുന്നതേ നിങ്ങൾക്ക് കാണുള്ളൂ. അതിന്റെ പകരം നിങ്ങൾ എന്ത് ചെയ്യാ, സാർക്ക് ഷെയർ ചെയ്തിട്ടുള്ള PDF എടുക്കുക. സാർക്ക് ഓൾറെഡി പറഞ്ഞു നോട്ട് എഴുതണ്ട, ഈ ഒരു PDF നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാറിന് ഷെയർ ചെയ്തിട്ടായിരുന്നു. വിവരാവകാശ നിയമം അതുപോലെ മനുഷ്യാവകാശ നിയമമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിയമത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ, 1 ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. അവരാരായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കേട്ടോ. ഇനി ഹൈക്കോടതിയുടെ ചീഫ് ഓർ ജഡ്ജി ഓർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജഡ്ജി ആയ ഒരു അംഗം. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവോ പ്രായോഗിക പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം. 19ലെ ഭേദഗതിയിലൂടെയാണ് അംഗങ്ങളുടെ എണ്ണത്തിൽ യോഗ്യതയിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പോ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്തായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. മറ്റ് അംഗങ്ങളായിട്ടുള്ള ഒരാൾ എന്തായിരിക്കണം? സുപ്രീം കോടതി ജഡ്ജിയോ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരിക്കണം. ചെയർപേഴ്സൺ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ചത്. ഇനി ഒരു അംഗം എന്തായിരിക്കണം? സുപ്രീം കോടതി ജഡ്ജിയോ സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിരിക്കണം. രണ്ടാമത്തെ ആളാണെങ്കിൽ എന്താ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇത് ജഡ്ജി അല്ല കേട്ടാ, അതൊന്ന് തിരുത്തണം. തെറ്റാണ് കേട്ടോ, തെറ്റാണ്. എല്ലാവരും അവരെ തിരുത്തിയിട്ട് ഇത് ജസ്റ്റിസ് എന്നാക്കുക, ചീഫ് ജസ്റ്റിസ് ആക്കാം. ഓർ ഹൈക്കോടതി മുൻ ചീഫ് ജഡ്ജിയായ ഒരു അംഗം. ഇനി മൂന്നാമത്തെ ആളെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. ചീഫ് ജസ്റ്റിസിനെ നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കുകയുള്ളൂ. സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗം വേണം. ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻ ജഡ്ജി ആയ ഒരാൾ വേണം. പിന്നെ വേണ്ടത് എന്താണ്? പിന്നെ വേണ്ടത് എന്താ, മനുഷ്യാവകാശ കാര്യങ്ങളിൽ അറിവുള്ള വ്യക്തി. അതിൽ ഒരാൾ വനിതയായിരിക്കണം.
പറഞ്ഞാൽ ചെയർപേഴ്സൺ ആണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. മറ്റ് അംഗങ്ങളാണെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയോ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ഒരു അംഗം. അടുത്ത ആള് ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി ഓർ ഹൈക്കോടതി മുൻ ചീഫ് ജഡ്ജി ആയ ഒരു അംഗം. ഇനി മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. അപ്പൊ എത്രയായി? ഒരു ചെയർപേഴ്സണും 1ഉം 2ഉം ബാക്കി 5 സ്ഥിരാംഗങ്ങൾ. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ഇപ്പൊ ഫരീദ് കോർട്ട് ഡൽഹിയാണ്. ഏതാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ: ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. അപ്പൊ രംഗനാഥ മിശ്ര ഉണ്ട്, രാജേന്ദ്ര ബാബു ഉണ്ട്, വെങ്കടചെല്ലയ്യ ഉണ്ട്. ഇല്ലാത്ത ആള് ഗോപാൽ ബല്ലവ് പട്നായിക് ആണ്. കുറച്ച് അപ്പൊ കമ്മീഷനിലുള്ള എല്ലാ ചെയർമാനെയും അറിഞ്ഞിരിക്കണം, എന്നാലേ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. ശരിയാണ്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മുൻ എന്നുള്ളത് ഇല്ല. എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ എന്താണ് ജഡ്ജി. മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിൽ അംഗങ്ങളാണ്. അപ്പൊ എന്താ വരിക? 1ഉം 3ഉം ആണ് ആൻസർ. അപ്പൊ ഈ ഒരു കാര്യത്തില് ഇവിടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ളതിൽ മുൻ എന്താണ് പറഞ്ഞുള്ളത്? ചീഫ് ജസ്റ്റിസ് അല്ല. ചീഫ് ജസ്റ്റിസ് ആയുള്ള വ്യക്തിക്ക് നല്ല നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്. എന്താ? ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി ആയുള്ള വ്യക്തി അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ജഡ്ജി. അപ്പൊ ഇത് തെറ്റാണ്. ചീഫ് ജസ്റ്റിസിനില്ല. അപ്പൊ നേരം ശ്രദ്ധിക്കട്ടെ, ഒന്നുകൂടി പറയാം. അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെയർപേഴ്സണ് 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. അതിൽ ചെയർപേഴ്സന്റെ പ്രത്യേകത എന്താ? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കാം. ഇനി ഓരോ അംഗങ്ങളെടുത്ത് പഠിക്കാം. ഒരു അംഗം എന്തായിരിക്കാം? സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗമായിരിക്കാം. അടുത്ത ആളാണെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയ ഒരു അംഗം. ഇനി മൂന്നാമത്തെ ആള് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരു മിസ്റ്റേക്കും ഇല്ല, ഇത് കറക്റ്റാണ്. കറക്റ്റാണ്. ഈ ഇതിൽ എഴുതിയിട്ടുള്ളത് കറക്റ്റാണ്. ചീഫ് ജസ്റ്റിസ് അല്ല. എന്താണ്? ചെയർപേഴ്സൺ ആവേണ്ട വ്യക്തി എന്താ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജി പദവി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ സുപ്രീം കോടതി ജഡ്ജി പദവി വെച്ച വ്യക്തിയായിരിക്കണം കമ്മീഷൻ ചെയർപേഴ്സൺ. അംഗങ്ങൾ സുപ്രീം കോടതി ജഡ്ജി ഓർ സുപ്രീം കോടതി മുൻ ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ജഡ്ജി. പിന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രായോഗിക അറിവുള്ള വ്യക്തി. റാങ്ക് ഫയലിലുള്ളത് കറക്റ്റാണ്. 93 മനുഷ്യാവകാശ നിയമപ്രകാരം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ആളായിരിക്കണ്ടേ? ആണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ആളായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ 2 വ്യക്തികളും അംഗങ്ങൾ ആയിരിക്കണം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളാണ് വിജയഭാരതി സയാനി. ചീഫ് കമ്മീഷണർ ആരാന്ന് അറിയാലോ? ആരാണ്? ആരാ? കീരാൽ. ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവില്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? എസ് മണികുമാറാണ്. ഇനി അംഗങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ അംഗങ്ങൾ ശ്രീമതി വിജയഭാരതി സയാനി, ജ്ഞാനേശ്വർ മനോഹർ മുലെ, ശ്രീ രാജീവ് ജെയിനാണ് അംഗങ്ങൾ. ഇപ്പൊ നിലവിൽ 3 അംഗങ്ങളാണല്ലോ. ഒരു ചെയർപേഴ്സണും അടക്കം 3 അംഗങ്ങളാണ് ഉള്ളത് നമ്മളിവിടെ പറഞ്ഞത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ. എന്താ? ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ്. ബാക്കിയൊക്കെ വേക്കൻ്റ് ആണ്.
നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവർക്ക് കാലാവധി വ്യത്യാസമില്ല. 70 വയസ്സ് വരെ ആ പദവിയിൽ തുടരാവുന്നത് തെറ്റാണ്. നിലവിൽ കമ്മീഷന്റെ അധ്യക്ഷൻ 2020 നിയമിതനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. അതും തെറ്റാണ്. എയും ബിയും ശരിയല്ല. ഹരപ്പ എസ് മണികുമാറാണ്. അതുപോലെ 65 വയസ്സാണ് പദവിയിൽ തുടരാനുള്ള കുറഞ്ഞ പ്രായം. നിയമനം വകുപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുൻ ചെയർമാൻ രംഗനാഥ് മിശ്ര, അല്ലെങ്കിൽ ആദ്യ ചെയർമാൻ കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. നിലവിൽ അരുൺകുമാർ മിശ്രയാണ്. ഇപ്പൊ അല്ല. ഇനി ഇപ്പൊ മണികുമാറാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ആദ്യം വന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇനി അംഗങ്ങളുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വകുപ്പ് 4 നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വകുപ്പ് 4(1) പ്രകാരം. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ കാര്യം അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? കമന്റിൽ പറയാം. ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ പറയാം. ചെറിയൊരു ത്രോട്ട് പെയിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് കുറഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യാവകാശ നിയമം ഒന്നും കൂടി എടുത്ത ചെറിയ നിയമമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? കമന്റിൽ പറയാം. ഹലോ, കമന്റിലൊന്ന് പറയൂ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും?